പാകിസ്ഥാൻ, പാക് അധീന കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ സൈനിക ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മോദിയുടെ പ്രധാന സുരക്ഷാ ഉദ്യോഗസ്ഥനായ അജിത് ഡോവലാണ് സൈനിക ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളിലൊന്ന്. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലും അയൽ രാജ്യത്തും ഭീകര ഗ്രൂപ്പുകളുടെ സ്ഥലങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് സുപ്രധാന രഹസ്യാന്വേഷണം ശേഖരിക്കുന്നതിനായി അദ്ദേഹം ഒരു കേന്ദ്രീകൃത സംഘത്തെ നിയമിച്ചിരുന്നു. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം മുൻ തലവനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ അജിത് ഡോവൽ 1945 ഉത്തരാഖണ്ഡിൽ ജനിച്ച ഡോവൽ ഡൽഹിയിലും അജ്മീറിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം നേടി. 1967 ആഗ്ര സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. 1968 കോട്ടയം ജില്ലയിലെ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടായിട്ടാണ് ഡോവൽ ഇന്ത്യൻ പോലീസ് സർവീസിൽ കേരള കേഡറിൽ ചേർന്നത്. 1972 കേന്ദ്ര സർവീസിൽ ചേരുന്നതിന് മുമ്പ് ഡോവൽ തലശ്ശേരിയിൽ ഏതാനും മാസങ്ങൾക്ക് ജോലി ചെയ്തു. 1971 മുതൽ 1999 വരെയുള്ള ഇന്ത്യൻ എയർലൈൻസ് വിമാനങ്ങളുടെ 15 ഹൈജാക്കുകളും അവസാനിപ്പിക്കുന്നതിൽ പങ്കാളിയായതിന്റെ പരിചയമുണ്ട്. ഒരു ദശാബ്ദത്തിലേറെയായി അദ്ദേഹം IBയുടെ പ്രവർത്തന വിഭാഗത്തിന്റെ തലവനായിരുന്നു. മൾട്ടി ഏജൻസി സെന്ററിന്റെയും ജോയിന്റ് ടാസ്ക് ഫോഴ്സ് ഓൺ ഇന്റലിജൻസിന്റെയും സ്ഥാപക ചെയർമാനാണ്. പിന്നീട് രഹസ്യ ദൗത്യങ്ങൾ ഉൾപ്പെടെ മിസോറാമിലെയും പഞ്ചാബിലെയും കലാപവിരുദ്ധ പ്രവർത്തനങ്ങളിലും പരിചയം നേടി. 1972 ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് നിയമിതനായ 3 IPS ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു ഡോവൽ. അദ്ദേഹത്തിന്റെ ആദ്യ നിയമനം മിസോറാമിലായിരുന്നു. തുടർന്ന് അദ്ദേഹം 5 വർഷം ഐസ്വാളിൽ ഒരു രഹസ്യ ഏജന്റായി പ്രവർത്തിച്ചു. 1988 സുവർണ ക്ഷേത്രത്തിൽ ഒളിച്ച ഖലിസ്ഥാൻ ഭീകരർക്കെതിരായി നടന്ന ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിലെ നിർണായക രഹസ്യ വിവരങ്ങൾ ഇദ്ദേഹമായിരുന്നു നൽകിയത്. 1999 നടന്ന കാണ്ഡഹാർ വിമാന റാഞ്ചലിൽ ഭീകരരുമായി ആശയവിനിമയം നടത്തി ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അജിത് നേതൃത്വത്തിന്റെ ലക്ഷ്യത്തിലായിരുന്നു. പഞ്ചാബ്, ജമ്മു കാശ്മീർ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം നിർണായകമായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അജിത് ഡോവൽ നിയമിതനായിരുന്നു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക ദൂതനായി ഡോവലിനെ ഇന്ത്യ നിയമിച്ചു. മ്യാൻമാർ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഒട്ടനവധി വിഷയങ്ങളിൽ അജിത് ഡോവൽ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. 2005 സർവീസിൽ നിന്നും വിരമിക്കുന്നത്. 2009 ഡിസംബറിൽ വിവേകാനന്ദ കേന്ദ്രം സ്ഥാപിച്ച ഒരു പൊതുനയ ചിന്താ കേന്ദ്രമായ വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്ഥാപക ഡയറക്ടറായി. ഇന്ത്യയിലെ ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളിൽ ഡോവൽ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. 2014 മെയ് 30 ഇന്ത്യയുടെ 5ാമത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ഡോവലിനെ നിയമിച്ചു. 2014 ജൂണിൽ ISI മോസൂൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് ഇറാഖിലെ തിക്രിത്തിലെ ഒരു ആശുപത്രിയിൽ കുടുങ്ങിയ 46 ഇന്ത്യൻ നേഴ്സുമാരെ തിരിച്ചെത്തിക്കാൻ ഡോവൽ മുൻനിരയിൽ തന്നെ പ്രവർത്തിച്ചു. പുൽവാമയിൽ CRPF വാഹനവ്യൂഹത്തിന് നേരെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികൾ ബോംബാക്രമണം നടത്തി 40 CRPF ജവാന്മാരുടെ മരണത്തിന് കാരണമായതിനെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനികളെ ഭീകര കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിലും ഡോവലിന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യൻ നാവികസേന, കരസേന, വ്യോമസേന മേധാവികൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുൾപ്പെടെ ഇന്ത്യയുടെ 2019 ബാലാക്കോട്ട് വ്യോമാക്രമണത്തെക്കുറിച്ച് അറിയാവുന്ന 7 പേരിൽ ഒരാളായിരുന്നു ഡോവൽ. 2019 ജൂൺ 3 അദ്ദേഹത്തെ 5 വർഷത്തേക്ക് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി വീണ്ടും നിയമിക്കുകയും ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ വ്യക്തിഗത പദവി നൽകുകയും ചെയ്തു. അത്തരമൊരു പദവി വഹിക്കുന്ന ആദ്യത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ് ഡോവൽ. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയിലും വിദേശകാര്യത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്ന മോദിയുടെ ഏറ്റവും ശക്തനും വിശ്വസ്തനുമായ ഉപദേഷ്ടാക്കളിൽ ഒരാളായി അദ്ദേഹം പരക്കെ കാണപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. സ്വാമി ശരണം. പന്തളത്തിനടുത്ത് തുമ്പമൺ എന്ന സ്ഥലത്ത് ഉള്ള ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ എനിക്ക് തോന്നുന്നു അപൂർവമായ ഒരു സത്രം അരങ്ങേറുകയാണ്. സ്കന്ദ മഹാസത്രം. മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത്. ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ്. അപ്പോ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട്. പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല. ഇത് ആദ്യമാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം. ഈ സത്രത്തിൽ ഒരു വൻ വിജയമാക്കി തീർക്കണം. ഈ സത്രത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയംഗമായ ആശംസകൾ. സ്വാമിയെ ശരണമയ്യപ്പ.